സൈലത്തിലെ സൂപ്പർ 30 റിപ്പീറ്റർ ബാച്ചിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി ഓഫ് കുട്ടികളാണ് ഈ സൂപ്പർ 30 റിപ്പീറ്റർ ബാച്ചിന് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. +2ൻ്റെ കൂടെ തന്നെ ഇപ്രാവശ്യം JEE മെയിൻ എഴുതിയിട്ട് അത്യാവശ്യം നല്ല പെർസെൻറ്റേജിലൊക്കെ വന്ന ആളുകൾ, ഉദാഹരണത്തിന് 95% 96% ഒക്കെ വന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം JEE മെയിൻ വഴി ഒരു നല്ലൊരു കോളേജോ അല്ലെങ്കിൽ നല്ലൊരു ബ്രാഞ്ചോ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറിയ മാർക്കിനായിരിക്കും സത്യം പറഞ്ഞാൽ ഒരു കോളേജ് അഡ്മിഷനൊക്കെ നഷ്ടപ്പെട്ടു പോയിണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസ് കൂടി അവരെ കാത്തിരിക്കുന്നുണ്ട്. 2026 JEE അഡ്വാൻസ് വഴി IIT തന്നെ ടോപ്പ് ബ്രാഞ്ചിലെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇനി ഇതേപോലെ വേറൊരു കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി നല്ല ഒരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും, 97 98 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവരാഗ്രഹം എന്ന് പറഞ്ഞാൽ ടോപ്പ് ബ്രാഞ്ചിൽ തന്നെ ടോപ്പ് IIT തന്നെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ 2026 JEE അഡ്വാൻസിന് സീരിയസ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എഴുതിയപ്പോൾ എനിക്ക് IIT ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കേരള എൻട്രൻസ് വഴി കേരളത്തിലെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലും ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ച് കിട്ടുന്ന ഒരു റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, IIT തന്നെ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പിന്നീട് ഒരു വർഷം ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ 30 ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർ 30 ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ Day 1 ഓൺവേർഡ്സ് തന്നെ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബേസിക്സ് എല്ലാം നന്നായിട്ട് അറിയുന്നുണ്ടാവും, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും, JEE മെയിൻ അത്യാവശ്യം സ്കോർ നേടിയിട്ടുണ്ടാവും, JEE മെയിന് വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ക്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ Day 1 ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 3-3.5 മാസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഫുള്ള് JEE അഡ്വാൻസ് മോക്ക് എക്സാംസും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിത് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ സൂപ്പർ 30ലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ വർഷം 95% അല്ലെങ്കിൽ അതിന് മേലെ കിട്ടിയ ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക.